ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീട്ടിലൊക്കെ സെപ്റ്റിക്കിൻ്റെ ടാങ്ക് കുഴി വയ്ക്കുന്ന സമയത്ത് റെഡിമെയ്ഡ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തത് ഒറ്റ കുഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഒരു ശരിക്കും ഫിൽട്രേഷൻ സിസ്റ്റം രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒറ്റ കുഴി തന്നെ അത് 3 കോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 3 കോളങ്ങൾ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ഗ്യാപ്പ് വരുന്ന കോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓവർഫ്ലോ സെപ്പറേറ്റ് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റിങ് കൂടി വാർത്ത് സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നു. ഇത് ആദ്യമേ തന്നെ നോക്കുക. ഏകദേശം 1 മീറ്റർ വീതി, ഒരു 3 മീറ്റർ നീളം, 2 മീറ്റർ ആഴം വരുന്ന രീതിയിലുള്ള കുഴിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ കുഴിയിൽ നിന്നും രണ്ടാമത്തെ കുഴിയിലേക്ക് താഴെയാണ് അതിൻ്റെ ലിങ്കിങ് കിടക്കുന്നത്. അത് ജസ്റ്റ് എന്തിനാണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് താഴെയാണ് ലിങ്കിങ്. ഒന്നാമത്തെ കുഴി രണ്ടാമത്തെ കുഴി തമ്മിൽ താഴെ ഒരു ചെറിയൊരു പോർഷൻ, ഏകദേശം ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. ഈ 2 കുഴികൾ തമ്മിലാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. പിന്നെ ഇതിലേക്കാണ് ഇൻപുട്ട് വരുന്നത്. അതായത് നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന ഇൻപുട്ട് വരുന്നത് അതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കുഴിയിൽ നിന്നും മൂന്നാമത്തെ കുഴിയിലേക്ക് പോകുന്ന ലിങ്കിങ് മുകളിലൂടെയാണ് ലിങ്കിങ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നു. ഈ മൂന്നാമത്തെ കുഴിയിൽ നിന്നാണ് നമുക്ക് ഓവർഫ്ലോ നേരെ പുറത്തേക്ക് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കുഴിയിൽ ഇന്നാണ് വന്നത്. അതായത് നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന പൈപ്പ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് അവിടേക്ക് വരുന്നു. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്ന് നോക്കുക. ഇന്നിൽ നിന്നും ഇത്ര ഗ്യാപ്പ്, അതായത് ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ നോക്കി അറിയാൻ പറ്റും. ഒന്നാമത്തെ കുഴിയും രണ്ടാമത്തെ കുഴിയും തമ്മിൽ താഴെ ലിങ്കിങ് കൊടുത്തിരിക്കുന്നു. മൊത്തം ഈ സെപ്റ്റി ടാങ്ക് പണിയുന്ന സമയത്ത് പണിതതിന് ശേഷം എല്ലാം വെള്ളം നിറച്ചാണ് ഫില്ല് ചെയ്തിടണം. ഈ ഫില്ല് ചെയ്തിടുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഫില്ല് ചെയ്തിട്ടിരിക്കുന്നു. ആദ്യത്തെ കുഴിയിൽ നമ്മുടെ സെപ്റ്റി ടാങ്കിൽ വേസ്റ്റ് വീഴുന്ന സമയത്ത് മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആ വീഴുന്ന അത്രയും വേസ്റ്റിനനുസരിച്ചുള്ള വെള്ളം ഇതിലൂടെ ഇപ്പുറത്തെ കുഴിയിലേക്ക് വരുന്നു. അതായത് ഈ മൂന്നാമത്തെ കുഴിയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നാമത്തെ കുഴിയും രണ്ടാമത്തെ കുഴിയും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നു. അടിവശമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കുഴിയിലിരിക്കുന്ന വേസ്റ്റ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മൂന്നാമത്തെ കുഴിയിലേക്കാണ് വരുന്നത്. അതിന് രണ്ടാമത്തെ കുഴി ഒന്നാമത്തെ കുഴി ഒരേ ലെവലിലായിരിക്കും വെള്ളം നിൽക്കുക. മൂന്നാമത്തെ കുഴിയിലേക്ക് വരുന്നു. ഈ മൂന്നാമത്തെ കുഴിയിലും വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇവിടെ വരുന്ന വെള്ളത്തിനനുസരിച്ച് നേരെ ഓവർഫ്ലോയിലേക്ക് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇതിൻ്റെ പ്യുവർ സിസ്റ്റം വരുന്നത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കുഴിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് എന്ന് പറയുന്നത് ആ പൈപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ അടിവശത്ത് നിന്നും ഈ മൂന്നാമത്തെ കുഴിയുടെ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിൻ്റെ 1 ഇഞ്ച് താത്തിയാണ് വെക്കേണ്ടത്. പിന്നെ അതിനുശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് താത്തിയാണ് നമ്മുടെ ഓവർഫ്ലോ കുഴി വയ്ക്കേണ്ടത്. അതായത് ഇൻപുട്ടിൽ നിന്നും ടോട്ടൽ പറയുകയാണെങ്കിൽ ഇൻപുട്ട് നമ്മൾ വെക്കുന്ന പൈപ്പിൻ്റെ അടിവശത്ത് നിന്ന് 2 ഇഞ്ച് താത്തി വേണം നമ്മൾ ഓവർഫ്ലോ കുഴി വയ്ക്കാനായിട്ട്. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്യുവറായിട്ട് അതിൻ്റെ ഫിൽട്രേഷൻ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒന്നാമത്തെ കുഴിയിലേക്ക് ഇൻപുട്ട് വരുന്നു. ഒന്നാമത്തെ കുഴിയും രണ്ടാമത്തെ കുഴിയും തമ്മിൽ അടിവശത്താണ് ലിങ്കിങ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കുഴി മുകളിലേക്കാണ് ലിങ്കിങ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കുഴിയിൽ നിന്ന് നേരെയാണ് പുറത്തേക്ക് ഓവർഫ്ലോ വെള്ളം മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയുന്നുണ്ട്. ഒന്നാമത്തെ കുഴിയിൽ നിന്നും വരുന്ന വെള്ളത്തിൽ നിൻ്റെ കൊടുത്തിരിക്കുന്ന പൈപ്പ്, ആ പൈപ്പിൻ്റെ അടിവശത്ത് നിന്നും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതിൻ്റെ ഓവർഫ്ലോ വയ്ക്കുന്ന പൈപ്പിൻ്റെ ഏകദേശം 2 ഇഞ്ച് താത്തി വേണം ആ ഓവർഫ്ലോ പൈപ്പ് വെക്കാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ കുഴിയിൽ വരുന്ന വേസ്റ്റ് വീഴുന്ന രണ്ടാമത്തെ കുഴിയിൽ ലിങ്കിങ് ആയതുകൊണ്ട് ഈ ഇവിടെ വീഴുന്ന വേസ്റ്റിനനുസരിച്ചുള്ള ആ വെള്ളം രണ്ടാമത്തെ കുഴിയിൽ ആ പൊങ്ങിയതിന് ശേഷം നേരെ മൂന്നാമത്തെ കുഴിയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ കുഴിയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ആ ചെന്ന് വീഴുന്ന വെള്ളം അത്രയും തന്നെ ഓവർഫ്ലോ ആയിട്ട് നേരെ പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് ഫിൽട്രേഷൻ കാര്യങ്ങൾ പക്കയായിട്ട് നടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.